Praise the Lord. ദൈവത്തിന്റെ നാമത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. के बीच में परमेश्वर के जीवित वचन को लेके आपके सामने खड़े रहने के प्रभु ने मेरे जीवन में जो मौका दिया इसलिए मैं परमेश्वर को धन्यवाद करती हूँ. ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ദൈവം എനിക്ക് ഒരു അവകാശം ഒരുക്കി തന്നു. അതിനെ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. हमारे बीच में मौजूद डैनियल सर और मुझे ऐसा अवसर दिया पास्टर को भी मैं धन्यवाद करती हूँ. നമ്മുടെ മുമ്പിൽ ഇതിന്റെ പുറത്ത് വന്നിട്ടുള്ള പ്രിയ ഡാനിയൽ സാർ और എനിക്ക് ഈ ഒരു അവകാശം ഒരുക്കി തന്ന പാസ്റ്റർ കുടുംബവും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. आज मैं आपके बीच में आपको मैं प्रार्थना के बारे में बताने वाली हूँ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ്. प्रार्थना क्या है, प्रार्थना का फायदा क्या है और प्रार्थना का महत्व क्या है. പ്രാർത്ഥന എന്താണ്, പ്രാർത്ഥന കൊണ്ട് ഉണ്ടാകുന്ന ഉപകാരങ്ങൾ എന്താണ്, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള വിശേഷത അതിന്റെ ഗുണങ്ങൾ എന്താണ് എന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. बाइबल में हम देख सकते हैं उत्पत्ति से लेकर प्रकाशित वाक्य तक अगर हम देखें तो हम देख सकते हैं कि काफी लोगों ने परमेश्वर से प्रार्थना किया और परमेश्वर ने उनका प्रार्थना का उत्तर दिया. ദൈവവചനത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ പല വ്യക്തികളും ദൈവത്തിനോട് പ്രാർത്ഥിച്ച് പലരും നേടിയതായിട്ട് പല ഉത്തരങ്ങളും നേടിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. अगर हमें भी हमारे प्रार्थना का जवाब चाहिए तो हमें 3 चीजों का ध्यान रखना है. നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളുടെ ഉത്തരം ലഭിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറിച്ചു വെക്കേണ്ടത്, നമ്മൾ ഓർത്തു വെക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ ഒന്നാമത്തെ കാര്യം हमको परमेश्वर हमारे और परमेश्वर के बीच में एक अच्छा संबंध होना चाहिए. നമ്മുടെ നോക്കുന്ന വ്യക്തികളായിരിക്കണം. अगर ये तीनों चीजों को अगर हम मन में रखते हुए प्रार्थना करेंगे तो परमेश्वर हमारे हर एक प्रार्थना को ഈ 3 കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ ദൈവം ഉറപ്പായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരണമെന്നവരാകും. उत्पत्ति का किताब 25 अध्याय उसका 21वां कलम में इस प्रकार है कि इसहाक ने परमेश्वर से प्रार्थना किया क्योंकि उनकी पत्नी रिबेका बांझ थी और परमेश्वर ने उसका उत्तर दिया. നമ്മൾ ഉൽപ്പത്തി അതിന്റെ 25-ാം അധ്യായം 21-ാം വചനം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി അതിന്റെ 25-ാം അധ്യായം 21-ാം വചനം. തന്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. वैसे ही निर्गमन के किताब में देख सकते हैं. निर्गमन 8:12 में इस प्रकार लिखा है कि मूसा ने परमेश्वर से प्रार्थना फरोह राजा ने मूसा से कहा कि इस मेढकों को हटाने के लिए जो प्रार्थना की मूसा ने उसके लिए प्रार्थना की और परमेश्वर ने मूसा के प्रार्थना को सुना करके देख सकते हैं. അതുപോലെ പുറപ്പാട് പുസ്തകം അതിന്റെ 8-ാം അധ്യായം 12-ാം വചനത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ നിന്നിറങ്ങി ഫറവോന്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. ഫറവോൻ ഈ തവള ഈ വ്യാധിയെ അവിടെ നിന്ന് മാറ്റുവാനായിട്ട് പറഞ്ഞ സന്ദർഭത്തിലാണ് മോശ പ്രാർത്ഥിച്ചത്. ऐसे ही बाइबल में हम कई प्रकार के लोगों को देख सकते हैं जिन्होंने परमेश्वर से प्रार्थना की और परमेश्वर ने प्रार्थना का उत्तर दिया. അങ്ങനെ നമ്മൾ വേദപുസ്തകം വായിച്ചു നോക്കുമ്പോൾ പല വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവർ യഹോവയോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം അവർക്ക് പ്രാർത്ഥനയുടെ ഉത്തരം നൽകി. जैसे परमेश्वर ने हन्ना का प्रार्थना सुना, एलाइजा का प्रार्थना सुना, दाऊद राजा का प्रार्थना सुना और एजेकिया राजा का भी प्रार्थना सुना. ഹന്നയുടെയും എസെക്കിയയുടെയും എലൈജയുടെയും ദാവീദിന്റെയും പലരുടെയും പ്രാർത്ഥനകൾ കേട്ട ദൈവം ഈ കാര്യം നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കും. इसी चीज को याद रखते हुए आज के मनन के लिए हम पुस्तक दानियल का किताब 6:10 को पढ़ेंगे. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സ്വരുകൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് ഒരു കുറിവാക്യം നമുക്ക് വായിക്കാം. ദാനിയേൽ അതിന്റെ 6-ാം അധ്യായം 10-ാം വചനം. दानियल 6:10. जब दानियल को मालूम हुआ कि उस पत्र पर हस्ताक्षर किया गया है तब वह अपने घर में गया जिसकी उपरोटी कोठरी का खिड़कियां यरूशलेम की ओर खुली रहती थी और अपनी रीति के अनुसार जैसा वह दिन में 3 बार अपने परमेश्वर के सामने घुटने टेक कर प्रार्थना और धन्यवाद करता था वैसे ही तब भी करता रहा. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വചനം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. प्रार्थना करें. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. धन्यवाद प्रभु जी, धन्यवाद इस अच्छे मौके के लिए. आपने हमें जो मौका दिया इसलिए मैं आपका धन्यवाद करते प्रभु जी. जो वचन
हम सुनने जा रहे प्रभु जी, वो हमारे जीवन में भी और सुनने वाले के जीवन में भी आशीष का कारण बनने के लिए हम प्रार्थना करते हैं प्रभु जी। सारे मान और महिमा आपको देते हुए इस प्रार्थना को सुना ग्रहण को स्वर्गीय पिता परमेश्वर। आज मैं आपको जो उसका जो मनन करने जा रहे हैं उसमें एक टाइटल देना चाहती हूँ कि प्रार्थना ही चाबी है और विश्वास द्वारों को खोलता है। വിശ്വാസത്തിന്റെ വാതിലുകൾ തുറക്കുവാനായിട്ടുള്ള താക്കോലാണ് പ്രാർത്ഥന. ഈ ഒരു വിഷയത്തിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചിന്തയെ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. दानियल का किताब हिब्रू में इसका अर्थ है कि परमेश्वर न्याय है. The name Daniel. Daniel എന്ന ടൈറ്റിൽ നാമത്തിന്റെ അർത്ഥം ഇതാണ്, ദൈവം എന്റെ ന്യായാധിപതിയാകുന്നു. और दानियल की किताब एपोकैलिप्टिक लिटरेचर का भी माना जाता है. ഭവിഷ്യകാലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആ ഒരു കാറ്റഗറിയിലാണ്, ആ ഒരു തരത്തിലാണ് ദാനിയേലിന്റെ പുസ്തകത്തെ നമ്മൾ കാണുന്നത്. और दानियल का किताब दानियल खुद ने ही जब 6th सेंचुरी में लिखा हुआ एक पुस्तक है. ആറാം കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് ദാനിയേൽ തന്നെ ഈ പുസ്തകം എഴുതിയിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. इस पुस्तक को दो तरीके से बांटा गया है. ദാനിയേലിന്റെ പുസ്തകം രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. पहले से लेके 6ठी अध्याय तक अगर देखें तो वो दानियल और उसके फ्रेंड्स के बारे में बताता है जो लोग कैसे बाबिलोन के राज्य में थे. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ ദാനിയേലും തന്റെ കൂട്ടുകാരും ബാബിലോൺ രാജ്യത്ത് എങ്ങനെയായിരുന്നു, അവിടെ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. 7 से 12 अध्याय देख सकते हैं कि दानियल का दर्शन और प्रोफेसीज के बारे में. 7 മുതൽ 12 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ ദാനിയേലിന് ലഭിച്ച ദർശനങ്ങളും ദാനിയേലിന് ലഭിച്ച വെളിപ്പാടുകളെയും കുറിച്ചും അതിൽ എഴുതിയിരിക്കുന്നു. और दानियल का किताब मेनली फोकस करता है प्रार्थना के बारे में और परमेश्वर में निर्भर रहने के लिए. ദാനിയേലിന്റെ പുസ്തകം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ്. आज जो हमने वचन पढ़ा उससे हमें अच्छे से पता चलता है कि दानियल का प्रार्थना जीवन दूसरे व्यक्ति जो बाइबल में है उससे कई अलग तरीके से है. ഇന്ന് നമ്മൾ വായിച്ച കുറിവാക്യം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതം പലരുടെയും ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമുള്ള ഒരു പ്രാർത്ഥന ജീവിതമായിരുന്നു എന്ന്. हम दानियल के पहले अध्याय में आएंगे. ദാനിയേൽ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. दानियल के पहले अध्याय में हम देख सकते हैं कि राजा नेबूकदनेस्सर दानियल के नाम को बदल के बेलतशस्सर करके रखता है. और ദാനിയേൽ അതിന്റെ 1-ാം അധ്യായത്തിൽ ദാനിയേലിന്റെ പേര് നെബൂഖദ്നേസർ രാജാവ് മാറ്റി തനിക്ക് വേറൊരു നാമം കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. उनका नाम बेलतशस्सर करके रखते हैं. അവൻ बेलशस्सर എന്നും അങ്ങനെ പേരിട്ടു എന്ന് കാണുവാൻ സാധിക്കും. और उनके जो साथी लोग हैं हनन्याह, उनका नाम शद्रक, मिशाएल, उनका नाम मेशक और अजरिया का अबेदnego. ഹനന്യ, മിശായേൽ, അങ്ങനെ അസരിയ, അങ്ങനെ പല അവരുടെ നാമങ്ങൾ അവരുടെ പേരുകൾ മാറ്റിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. लेकिन हम देख सकते हैं कि राजा ने उनके नाम को बदल दिया, लेकिन उनके खाने पीने में कोई बदलाव नहीं ले पाया. നമുക്ക് കാണാൻ സാധിക്കുന്നത് രാജാവ് അവരുടെ പേരുകൾ മാറ്റിയെങ്കിലും അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ രാജാവിനെ കൊണ്ട് സാധിച്ചില്ല. वैसे अगर हम देख सकते हैं हमारे जीवन में भी परिस्थिति जिस तरह से बदलता है, हमारा व्यवहार उसी प्रकार हमारा बदलता है. നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും സന്ദർഭങ്ങൾ, സിറ്റുവേഷൻസ് മാറി വരുമ്പോൾ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ജീവിക്കുന്നു, ഇടപഴകി ജീവിക്കുന്നു, ഇതിലും വ്യത്യാസങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. लेकिन दानियल के जीवन से एक बात का पता चल जाता है कि दानियल के जीवन में बदलते हुए परिस्थिति में भी वो परमेश्वर में दृढ़ और स्थिर थे. ദാനിയേലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാറി മറിയുന്ന അവസ്ഥയിലും തന്റെ സ്വഭാവത്തിൽ അങ്ങനത്തെ മാറി മറിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. अध्याय 2 में हम देख सकते हैं कि राजा नेबूकदनेस्सर एक सपना देखता है. 2-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുവാനായിട്ട് ഇടയായി. और उस सपने से वो बड़ा व्याकुल हो जाता है. ആ സ്വപ്നം കണ്ടതിന് ശേഷം താൻ വളരെ വ്യാകുലപ്പെട്ടിരുന്നു. और क्या करता है राजा, सारे जादू टोने खस्ती लोगों को बुलाता है, उनके जो सपना देखा था उसका व्याख्या करने. രാജാവ് അവിടെയുള്ള മന്ത്രവാദികളെയും പലരെയും വിളിച്ച് ഈ സ്വപ്നത്തിന്റെ അർത്ഥം പറയാനിടയായി. लेकिन वो लोग ये जो राजा ने जो स्वप्न देखा उसका व्याख्या नहीं कर पाते. ആരാലും രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചില്ല. इसलिए राजा ने इस तरह से नियम बनाया कि सारे लोगों को और साथ ही साथ दानियल और उसके साथी लोगों को भी मार डालने के आज्ञा दिया.
അപ്പോൾ രാജാവ് എടുത്ത തീരുമാനം അവിടെയുള്ളവരെല്ലാവരെയും കൊല്ലുവാനായിട്ടുള്ള ഒരു തീർപ്പ് താൻ പുറപ്പെടുവിച്ചു. हम उस अध्याय के नीचे हम देख सकते हो, जैसे जैसे हम पढ़ेंगे हमें पता चलेगा कि उसके लास्ट में जब ये चीजें जब दानियल और उसके साथी को पता चलते हैं तो वो लोग बिना घबराए उसी रात को परमेश्वर के सामने घुटने टेक के प्रार्थना करते हैं. നമുക്ക് ഈ രണ്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ കാണുവാൻ സാധിക്കും. എപ്പോഴാണോ ദാനിയേലിന് ഈ വിഷയങ്ങളെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചത്, താൻ ഒരു ഭയമില്ലാതെ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. और परमेश्वर उसी रात दानियल को उस सपने का अर्थ के साथ बताते हैं. അതേ രാത്രിയിൽ തന്നെ ദാനിയേലിന് ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. दूसरा अध्याय 24 से लेकर 28 तक हम देख सकते हैं दानियल अगले दिन इसी व्याख्या को लेके राजा के पास जाता है. രണ്ടാം അധ്യായം 24 മുതൽ 28 വചനങ്ങൾ വായിച്ചാൽ തനിക്ക് ലഭിച്ച വെളിപ്പാടുകളുമായി രാജാവിന്റെ അരികിലേക്ക് പോകുന്ന ദാനിയേലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. दूसरा अध्याय उसके 47 में इस प्रकार लिखा है. അതിന്റെ 47 രണ്ടാം അധ്യായം 47 വചനത്തിൽ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദേവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. तब दानियल जब राजा ने देखा वो स्वप्न को उसको व्याख्या के साथ जब राजा को बताते हैं, ദാനിയേൽ ആ സ്വപ്നത്തിന്റെ രഹസ്യം രാജാവിനോട് പറയുന്ന സമയത്ത് राजा खुश होकर उनको राज्य स्थान में और अच्छा स्थान देते हैं. രാജാവ് വളരെ സന്തോഷമായിട്ടിടയായിത്തീർന്നു. ദാനിയേലിന് നല്ലൊരു സ്ഥാനം ആ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ലഭിക്കാനിടയായിത്തീർന്നു. लेकिन एक प्रार्थना करने वाले व्यक्ति के जीवन में अनेक परिस्थिति अनेक व्याकुल अवस्था आता है. ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ കഷ്ടത്തിന്റെയും പ്രതികൂല അവസ്ഥകളും കടന്നു വരാം. उसका उदाहरण हम तीसरे अध्याय में देख सकते हैं. അതിന്റെ ഉദാഹരണം നമുക്ക് മൂന്നാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. जब राजा नेबूकदनेस्सर एक गोल्डन स्टैचू को बनाते हैं और उसके सामने प्रार्थना करने के लिए और दंडवत करने के लिए जब आदेश देता है, ഒരു സ്വർണത്തിന്റെ ബിംബത്തെ ഉണ്ടാക്കി അതിൽ ആരാധിക്കണമെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ लेकिन शद्रक मेशक और अबेदनगो उससे इनकार करते हैं. ശദ്രക മേശക് അബേദ്നഗോ ഇവര് ഈ ബിംബത്തെ ആരാധിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കുവാനിടയായി. लेकिन हम देख सकते हैं उसके आगे वचन को हम पढ़ेंगे तो देख सकते हैं कि राजा ने जब उन्होंने इनकार करते तो उनके साथ क्या होता है. അവർ അത് തിരസ്കരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. उनको तीनों को आग की भट्टी में डाल देते हैं. അവരെ മൂന്നുപേരെയും തീയിൽ ഇടുവാനായിട്ട് ഇടയായി തീർന്നു. हमारे ऐसी परिस्थिति में जब हम भी ऐसे फायरी सिचुएशंस में जब जाते हैं तो हम सोचते हैं कि इस सिचुएशन में मेरे साथ कोई नहीं है, मैं अकेला हूँ या मैं अकेली हूँ, कोई भी मेरे साथ नहीं है, हम सोचते हैं. അങ്ങനെ തീയുടെ അവസ്ഥ, ചൂടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഒരു അഗ്നി പരിശോധന, അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ, കഷ്ടത്തിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് എന്റെ കൂടെ ആരുമില്ല എന്നൊരു ചിന്ത. लेकिन ये अध्याय से हमें पता चलता है कि परमेश्वर वैसे टाइम पे परमेश्वर हमारे सबसे करीब है. എന്നിരിക്കെ മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനത്തെ അവസ്ഥയിലും ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നവനാണ്. हम देख सकते हैं परमेश्वर चौथा व्यक्ति बन के उनके साथ उस आग की भट्टी में चलता है. നാലാമനായി ആ തീയിൽ ദൈവം അവരോട് കൂടെ ഇരുന്നു എന്ന മൂന്നാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. ये देख के राजा को भी आश्चर्य हो जाता है. ഇത് कണ്ട് രാജാവ് വളരെ ആശ്ചര്യപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. उसके बाद वाले अध्याय हम देख सकते हैं कि दानियल और उसके साथी लोगों को बाबिलोन के राज्य में किस तरह से ऊंचे और स्थान मिलता है. അതിനുശേഷമുള്ള അധ്യായങ്ങൾ കാണുവാൻ സാധിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഈ ഒരു കാര്യത്തിന് ശേഷം ദാനിയേലിനും അവന്റെ കൂട്ടുകാരനും രാജാവ് എങ്ങനെയുള്ള സ്ഥാനങ്ങൾ നൽകി കൊടുത്തെന്ന് കാണുവാൻ സാധിക്കും. लेकिन एक बात है कि जब दानियल और उसके साथी को उस बाबिलोन के राज्य में अच्छा पद मिलते हैं तो कुछ वहाँ के ऑफिशियल्स लोग होते हैं जिसको पसंद नहीं होता है. അവിടെയുള്ള പല മേധാവികൾക്കും ഈ ദാനിയേലിനും തന്റെ കൂട്ടുകാർക്കും ലഭിച്ച സ്ഥാനങ്ങൾ കണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. इसलिए वो लोग दानियल के विरोध षड्यंत्र रचते कि कैसे न कैसे दानियल के विरोध कुछ तो हमें कुछ तो हमें उनके में कुछ गलती हमें ढूंढना. അതുകൊണ്ടാണ് അവർ ദാനിയേലിനെയും തന്റെ കൂട്ടുകാരെയും എങ്ങനെ വീഴ്ത്താം, എങ്ങനെ അവരുടെ ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവരാം എന്നുള്ള ആലോചനയിലായിരുന്നു. छठी अध्याय में हम आएंगे. നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ उस अध्याय में हम देख सकते हैं कि जो ऑफिशियल्स लोग जो राजा के पास जाके इस प्रकार से एक आज्ञा एक डॉक्यूमेंट तैयार करने के लिए बोलते हैं कि अगले 30 दिन तक राजा के सिवाय जो भी कोई किसी और देवता का आराधना करेगा उनको सिंहों के मांग में डाल दिया जाएगा.
അവർ ഈ പ്രധാന ദേശാധിപതിമാരെല്ലാവരും അവിടെ രാജാവിന്റെ അടുക്കൽ കടന്നു ചെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി. അവിടെ ഇങ്ങനെ പറഞ്ഞു, രാജാവിനെ അല്ലാതെ വേറെ ആരെങ്കിലും ആരാധിക്കുന്നവരെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ പറയാനിടയായി തീർന്നു. इस तरह से एक डॉक्यूमेंट प्रिपेयर किया, अगले 30 दिन तक राजा के सिवाय कोई भी लोग परमेश्वर मतलब कोई भी राजा के सिवाय किसी और देवता या देवी लोगों को पूजा करेंगे तो उनको सिंहों के मांग में डाल दिया जाएगा. അവരിങ്ങനെ തീരുമാനമെടുത്തു, രാജാവിനെ അല്ലാതെ വേറെ ഏത് ദേവി ദേവതന്മാരെ ആരാധിക്കുന്നവരാണെങ്കിലും അവരെ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ട് കളയാം എന്നൊരു തീരുമാനമെടുത്തു. लेकिन ये बात सुन के दानियल घबराया नहीं. वो उसके हम अब आएंगे, हमने जो मेन वचन पढ़े उसमें हम आएंगे दानियल 6:10 में. ഈ തീരുമാനം കേട്ടതിനു ശേഷവും ഡാനിയേൽ പേടിച്ച് ഭയപ്പെട്ടു പോയില്ല. അതിനുശേഷമാണ് നമ്മൾ വായിച്ച 6-ാം അധ്യായത്തിന്റെ 10-ാം വചനം കടന്നു വരുന്നത്. एक बार पढ़ रही हूं. ഒരു പ്രാവശ്യം കൂടി നമുക്ക് വായിക്കാം. जब दानियल को मालूम हुआ कि उस पत्र पर हस्ताक्षर किया गया है, तब वह अपने घर में गया, जिसकी उपरोटी कोठरी की खिड़कियां यरूशलेम की ओर खुली रहती थी. वह अपनी रीति के अनुसार जैसे वह दिन में 3 बार अपने परमेश्वर के सामने घुटने टेक कर प्रार्थना और धन्यवाद करता था, वैसे ही तब भी करता रहा. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച സ്തോത്രം ചെയ്തു. जब दानियल उपरोक्ति की कोठरियां खिड़कियां खुली रहती, जो परमेश्वर से प्रार्थना कर रहा था, जब ये चीजें वो ऑफिशियल लोगों ने देख ली. അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിൽ തുറന്നു വെച്ച് താൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്തിന്റെ പ്രധാന അധിപതികൾ ഈ കാര്യം കാണുവാനിടയായി തീർന്നു. लेकिन दानियल को पता था राजा की आज्ञा हो या आग की ज्वाला हो, कुछ भी हो, वो उन्हें कुछ भी नहीं कर सकता. പക്ഷേ ദാനിയേലിന് ഒരു കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ടായിരുന്നു. രാജാവിന്റെ വാക്കുകൾ ആണെങ്കിലും ഇല്ലെങ്കിൽ ഏത് കാര്യം ആണെങ്കിലും എന്റെ ജീവിതത്തിൽ എന്നെ തൊടുവാനായിട്ട് ഒന്നിനും സാധിക്കുകയില്ല. दानियल को पता था जो व्यक्ति चौथा व्यक्ति बन के आग की ज्वाला में आया, वो परमेश्वर आज भी मेरे साथ. ദാനിയേലിന് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നു. ആ തീയിലും 4-ാമനായി എന്റെ കൂടെ ഇരുന്നവൻ ഏത് സന്ദർഭത്തിലും എന്റെ കൂടെ ഇരിക്കുന്നവനാണ് എന്ന്. इसके बिना घबराए दानियल उपरोटी कोठरी गया, जैसे दिन में 3 बार करता रहा, वैसे ही तब भी. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ട് ഒരു ഭയമില്ലാതെ തുറന്നിട്ട് എന്നും ചെയ്തതുപോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനായിട്ട്. जब ये चीजें जो ऑफिशियल लोगों को पता चला, वो लोग जल्दी से आकर राजा को दानियल के खिलाफ जो उन्होंने दानियल ने जो प्रेयर किया था वो चीज को जाके उनके राजा के सामने जाके पेश किया. ഇതിനു ശേഷമാണ് ദാനിയേൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ള കാര്യം രാജാവിന്റെ മുമ്പാകെ ആ ദേശാധിപതികൾ കടന്നു എന്ന് പറഞ്ഞത്. और इस प्रकार कहा, राजा आपने ही आज्ञा बनाया था कि आपके अलावा 30 दिन तक आपके अलावा कोई भी प्रार्थना करेगा, उनको हमें सिंहों की बांध में डाल. അവരിങ്ങനെയാണ് രാജാവിനോട് സംസാരിച്ചത്. 12-ാം വചനം, രാജാവെ 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിയിട്ടില്ലയോ എന്ന് ചോദിച്ചു. लेकिन यहाँ पे हम देख सकते हैं कि दानियल ऐसे ही अगर हम हमारे लाइफ में भी देखें, अगर हम परमेश्वर के हिसाब से चलने वाले व्यक्ति होंगे, सब कुछ अच्छे तरह से करते होंगे ना, तो लोग हमारे स्पिरिचुअल लाइफ पे पॉइंट आउट करते हैं. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് എങ്ങനെ അടുത്തിരിക്കുന്നു, എങ്ങനെയുള്ളവരാണ്, പല കാര്യങ്ങളും പലരും നമ്മളോട് പറയുന്നവരുമായിട്ടുണ്ട്. ये ऑफिशियल लोग दानियल के खिलाफ काफी सारे युक्ति सोचने लगे, लेकिन वो लोग कोई भी युक्ति नहीं पा सके कि दानियल एक ब्लेमलेस व्यक्ति था. ആ ദേശാധിപതികൾ ദാനിയേലിന്റെ വിരോധമായി എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ നടന്നവരാണ്. പക്ഷേ ഒരു കുറ്റവും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഈ പ്രാർത്ഥിച്ച കാര്യമാണ് അവർ ദാവീദിനെതിരായിട്ട് സംസാരിച്ചത്, ദാനിയേലിനെതിരായിട്ട് സംസാരിച്ചത്. लास्ट में वो लोग दानियल के प्रार्थना जीवन पे उंगली उठाते. അവർ ആരോപിച്ച ഒരു കുറ്റം ഇതാണ്, ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന്. लेकिन हम बात के अध्याय में देख सकते हैं, जब राजा के सामने ये जब दानियल के बात को बताता, राजा भी यह सुनकर उदास होता है. उसकी 14 अध्याय में हम देख सकते हैं. അതിന്റെ 14-ാം വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. तो क्योंकि दानियल एक अच्छा व्यक्ति था करके डायरोस राजा को पता था. ദാനിയേൽ ഒരു നല്ല വ്യക്തിയാണ് എന്ന് രാജാവിന് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. इसलिए दानियल को किसी तरह से बचाने के लिए युक्तियां सोचता रहा पूरे रात. അതുകൊണ്ടാണ് ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത്. लेकिन वो जो ऑफिशियल लोग थे, वो लोग राजा के पास आके 15 अध्याय में देख सकते, तब वे पुरुष राजा के पास उतावली से आके कहने लगे, हे राजा, या जान रखे मादियों और पड़ोसियों में यह व्यवस्था है कि जो निषेध या आज्ञा राजा ने ठहराई है वह नहीं बदल सकता.
15-ാം വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധ കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേദ്യരുടെയും പാർസികളുടെയും നിയമം എന്ന് ബോധ്യമായിരിക്കണം എന്ന് രാജാവ് ഉണർത്തിച്ചു. അങ്ങനെ രാജാവ് തന്റെ കൽപ്പനയാ ദാനിയേലിനെ കൊണ്ടുവന്ന സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. महल में आके पूरे रात बिना खाए पिए दानियल के लिए प्रार्थना करते हम देख सकते हैं. അതിന്റെ താഴത്തേക്കുള്ള വചനങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, രാജാവ് ദാനിയേലിനെ കുറിച്ച് ചിന്തിച്ച നേരെ ഉറങ്ങുവാൻ പോലും എനിക്ക് സാധിച്ചില്ല എന്ന്. सुबह होते ही सिंहों के मांद के पास जाता है. രാവിലെ ആകുമ്പോൾ തന്നെ സിംഹങ്ങളുടെ ഗുഹയുടെ അടുത്തേക്ക് രാജാവ് കടന്നു വരുന്നു. और दानियल को इस प्रकार कहते हैं, ദാനിയേലിനെ ഇങ്ങനെ വിളിക്കുകയാണ്. और जब दानियल को जब बुलाते हैं तो दानियल अंदर से उसको रिस्पांस भी देता है. നാം കാണാൻ സാധിക്കുന്ന രാജാവ് ഗുഹയുടെ അടുത്തേക്ക് കടന്നു വന്ന് ദാനിയേലിനെ വിളിക്കുമ്പോൾ അകത്ത് നിന്ന് ദാനിയേൽ വിളി കേട്ടു. उसके 20वां अध्याय में लिखा है, जब राजा गड्ढे के निकट आया तब शोक भरी वाणी से चिल्लाने लगा और दानियल से कहा, हे दानियल, हे जीवते परमेश्वर के दास, क्या तेरा परमेश्वर जिसकी तू नित्य उपासना करता था तुझे सिंहों के से बचा सका? 6-ാം അധ്യായം അതിന്റെ 20-ാം വചനം, ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. उसका जवाब दानियल देता है कि 22वां वचन में इस तरह, तब दानियल राजा से कहा, हे राजा, तू युगायुग जीवित रहे. मेरे परमेश्वर ने अपने दूत भेजकर सिंहों के मुंह को ऐसे बंद रखा कि उन्होंने मेरी कुछ भी हानि नहीं की. इसका कारण यह है कि मैं उसके सामने निर्दोष पाया गया और हे राजा, तेरे सम्मुख भी मैंने कोई भूल नहीं की. 21 വചനങ്ങൾ ദാനിയേൽ എങ്ങനെയാണ് രാജാവിനോട് ഉത്തരം കൊടുത്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. तो इसी प्रकार हम भी प्रार्थना करने वाले व्यक्ति के जीवन में अनेक व्याकुल अवस्थाएं आएंगे, लेकिन हमें क्या करना है? दानियल के जैसे विश्वास परमेश्वर में. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടതയുടെയും വേദനയുടെയും അവസ്ഥകൾ കടന്നു വരുമ്പോൾ ദാനിയേലിനെ പോലത്തെ ഒരു ജീവിതം നമുക്കും ജീവിക്കാൻ ഇടയായി തീരണം. दानियल की लाइफ से हमें 6 चीज हम सीख सकते हैं. ദാനിയേലിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. दानियल एक प्रार्थना करने वाला व्यक्ति था. പ്രാർത്ഥനാശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു. और एक कन्विक्शन उनके जीवन में था. താൻ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഉറപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു. और एक विश्वास करने वाला व्यक्ति था परमेश्वर पे. ഒരു നല്ല ആഴത്തിലുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു. और जो भी उन्हें अधिकार दिया था उस अधिकार में वो फेथफुल रहा. തനിക്ക് ലഭിച്ച കടമകളിൽ താൻ വിശ്വാസത്തോടെ താൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തു വന്ന ഒരു വ്യക്തിയായിരുന്നു. और दानियल एक दर्शन का एक व्यक्ति था. ദർശനമുള്ള ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. इसलिए आप लोगों को मुझे यही बताना है कि प्रार्थना ही हमारे जीवन में एक चाबी है जो और विश्वास है जो अनेक द्वार को खोलता है. അതുകൊണ്ട് ആദ്യം നമ്മൾ ചിന്തിച്ച ആ ഒരു തലക്കെട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന ഒന്ന് മാത്രമാണ് വിശ്വാസത്തിൽ പല വാതിലുകളും തുറക്കുവാനായിട്ടുള്ള ആ ഒരു താക്കോൽ. हमने दानियल के पहले अध्याय से 6ठे अध्याय तक एक ही चीज देखा, दानियल हर परिस्थिति में प्रार्थना करता. 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെ നമ്മൾ വായിച്ചു വന്നപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടത്. ഏതൊരു അവസ്ഥയിലും ദാനിയേൽ ഒരു കാര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്, താൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. अभी हमारे बीच में बाइबल कॉलेज के बच्चे लोग भी इसने एक कहानी के साथ मैं अपने प्रचार को समाप्त करना चाहती हूं. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. एक राजा को एक सुंदर सी बेटी होती है. ഒരു രാജാവിന് ഒരു സുന്ദരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു. और उस बेटी का जब विवाह का वक्त आता है, തന്റെ പുത്രിയുടെ തന്റെ മോളുടെ വിവാഹപ്രായമായപ്പോൾ राजा ने अपने महल में इस तरह से घोषणा किया, രാജാവ് തന്നെ രാജകൊട്ടാരത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവിറക്കി कि मैं अपनी बेटी का हाथ उस नौजवान व्यक्ति को दूंगा जिसके अंदर धैर्य हिम्मत हो. ധൈര്യവും ശക്തിയുമുള്ള ഒരു നല്ലൊരു യുവാവിനാണ് ഞാൻ എന്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊരു ഉത്തരവ് തന്നെ ഇറക്കി. और जब सारे नौजवान लोगों ने जब इस आज्ञा को सुना, सब लोग खुश हो गए. ആ ദേശത്തുള്ള യുവാക്കളായിട്ടുള്ള പലരും ഈ കാര്യം കേട്ട് സന്തോഷമായിട്ടിടയായി തീർന്നു. लेकिन और राजा उनको बोलते हैं कि ठीक है, लेकिन आप लोगों को एक चैलेंज भी देते हैं साथ में.
രാജാവ് ഒരു കാര്യം കൂടെ പുറപ്പെടുവിച്ചു, ഒരു കാര്യം, ഒരു ചാലഞ്ച് കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. सब लोग अगले दिन इस महल के सामने जो तालाब है उसके पास आने ആ പരീക്ഷ ഇതാണ്, ആ കൊട്ടാരത്തിന്റെ പുറകിലുള്ള കുളത്തിന്റെ അരികിൽ എല്ലാവരും എത്തിച്ചേരണം. सारे व्यक्ति, नौजवान व्यक्ति खुश होकर इस तालाब के पास आते हैं. ആ കുളത്തിന്റെ അരികിൽ അവിടെയുള്ള എല്ലാ യുവാക്കളും അവിടെ സന്തോഷത്തോടെ എത്തിച്ചേർന്നു. सबके मन में राजा की बेटी है. എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് രാജാവിന്റെ പുത്രിയാണ്. और राजा उनके सामने इस तरह से आगे रखता है कि इस तालाब के उस पार तक आना है और इस तालाब के अंदर कुछ मगरमच्छ भी है. ആ രാജാവ് ഇങ്ങനെയാണ് പിന്നീട് പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും ഈ നദിയുടെ, ഈ കുളത്തിന്റെ അപ്പുറത്ത് എത്തിച്ചേരണം, പക്ഷേ ഈ നദിയിൽ മുതലകളുള്ള ഒരു നദിയാണ്. और जो नौजवान व्यक्ति इस पार से उस पार आए, उस व्यक्ति का धैर्य और हिम्मत को देखते हुए मैं अपनी बेटी का हाथ उसको दूंगा. ഏത് യുവാവാണോ ആ കുളത്തിൽ, ഈ മുതലുള്ള കുളത്തിന്റെ ഈ അരികത്തിൽ നിന്ന് ആ അരികത്തിൽ എത്തിച്ചേർന്നത്, അവന് തന്റെ പുത്രിയെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് തീരുമാനമെടുത്തു. जब ये चैलेंज सुन के सबके सब डर जाते हैं. ഇത് കേട്ടതിന് ശേഷം എല്ലാവരും പേടിച്ചു പോയി. जितना मन जो करना था वो सारे ये टास्क सुन के सब लोग घबरा गए और किसी का मन नहीं किया खुदने. അവരുടെ മനസ്സ് വിവാഹം കഴിക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു, പക്ഷേ ഇതിന് കേട്ടതിന് ശേഷം വിവാഹം കഴിക്കണ്ട എന്നുള്ള ചിന്തയിൽ അവരെത്തി. लेकिन अचानक से एक व्यक्ति उस तालाब में गिर जाता और तैरकर इस पार आ जाता. പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തി ആ കുളത്തിലേക്ക് വീഴുവാനായിട്ട് ഇടയായിത്തീർന്നു, താൻ അക്കരെ എത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. राजा उस नौजवान व्यक्ति का धैर्य और हिम्मत को देखते हुए बहुत आश्चर्य हो जाता है. ആ വ്യക്തിയുടെ ധൈര്യവും ആ വ്യക്തിയുടെ ഉറപ്പും കണ്ടുകൊണ്ട് രാജാവും ആശ്ചര്യവാനായിത്തീർന്നു. राजा क्या करता है, उस नौजवान व्यक्ति को आगे लेके आके सबके सामने बताने के लिए कि इसने क्या किया वो दिखाने, मतलब उनको शाबाशी देने के लिए आगे बुलाता है. ആ വ്യക്തിയെ സത്കരിക്കാനായിട്ട് രാജാവ് ആ യുവാവിനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീർന്നു. और जो राजा ने जो आगे जो पार करके आए उसके बाद जो निर्णय बोला उसको बताने जा ही रहा था. ആ വ്യക്തി അക്കരെ കടന്നു വന്ന വ്യക്തിയെ കുറിച്ച് പറയുവാനായിട്ട് രാജാവിനെ അവൻ മുന്നോട്ട് കൊണ്ടുവരികയായിരുന്നു. वो नौजवान व्यक्ति बोला, सब ये आप अपना गिफ्ट का बात बाद में रखो, सबसे पहले ये बताओ किसने मुझे वहां से धक्का मारा. ആ വ്യക്തി ഇങ്ങനെയാണ് ചോദിച്ചത്, രാജാവ് തരുവാനായിട്ടിരുന്ന ഗിഫ്റ്റ് അവിടെ തന്നെ വെച്ചുകൊള്ളുക, പക്ഷെ എനിക്കൊരു കാര്യം അറിയണം, എന്റെ പുറകിൽ നിന്ന് ആരാണ് എന്നെ തള്ളി കുളത്തിലേക്ക് ഇട്ടത്. तो हम देख सकते हैं कि वो व्यक्ति अपने मन से नहीं कूदा था. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത് തന്റെ മനസ്സുകൊണ്ടല്ല താൻ ആ കുളത്തിലേക്ക് എടുത്ത് ചാടിയത്. किसी ने धक्का दिया और वो डर के मारे पार हो गया. ആരോ തന്റെ പുറകിൽ നിന്ന് തന്നെ ഉന്തി, അതുകൊണ്ടാണ് തന്നെ കുളത്തിലേക്ക് വീണത്. मैंने इसलिए इस कहानी के पहले मैंने इस तरह से कहा बाइबल कॉलेज के भी स्टूडेंट से, कोई भी व्यक्ति यहाँ पे शायद अपने मन से आए होंगे, किसी की प्रेरणा से आए होंगे. ഈ കഥയുടെ ആദ്യം തന്നെ ഞാനിങ്ങനെ പറയേണ്ടിടയായിട്ട് ഇന്നിവിടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ഉണ്ടെന്ന്. അതിന്റെ സാരാംശം ഇതാണ്, പലരും മനസ്സോടെ കടന്നു വന്നവരുണ്ട്, പലരും പുറകിൽ നിന്ന് ആരോ തള്ളിയുണ്ട്, ഇല്ലെങ്കിൽ ഉന്തി വിട്ടതുകൊണ്ട് കടന്നു വന്നവരുണ്ട്. लेकिन एक बात है कि जो अपने मन से आते हैं उनकी लाइफ में जो प्रॉब्लम्स आते हैं तो वो घबराते नहीं, वो परमेश्वर के सामने घुटने टेक के प्रार्थना करते हैं. ആരാണ് സ്വയം മനസ്സോടെ കടന്നു വന്നത്, അവരവരുടെ ജീവിതത്തിൽ വരുന്ന സങ്കടത്തിന്റെ ഏതൊരു അവസ്ഥയിലായാലും അവരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരായി തീരും. लेकिन जो किसी की प्रेरणा से आते हैं वो प्रॉब्लम्स आते हैं असाइनमेंट्स को देख के या प्रॉब्लम्स आते हैं सोचते हैं कि मुझे यहाँ नहीं रुकना है, मुझे वापस घर जाना है. രണ്ടാമതായി ആരെങ്കിലും പറഞ്ഞു വിട്ടതുകൊണ്ട് കടന്നു വന്ന വ്യക്തികൾ ഏതെങ്കിലും അസൈൻമെന്റ്സ്, ഏതെങ്കിലും സിറ്റുവേഷൻസ് അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പേടിച്ചു പോകുന്നവരാണ്. इसलिए हमको भी दानियल के जीवन से हमें ये पता चलता है कि दानियल किसी की प्रेरणा से प्रार्थना करता नहीं था, लेकिन अपने मन से परमेश्वर से प्रार्थना. ദാനിയേലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരും തന്നെ പുഷ് ചെയ്തുകൊണ്ട്, ആരും തന്നെ ഉന്തി വിട്ടതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ല, താൻ സ്വയം തീരുമാനിച്ചെടുത്തതാണ് ഒരു പ്രാർത്ഥന ജീവിതം എന്റെ ജീവിതത്തിൽ വേണമെന്ന്. वैसे हमारे जीवन में भी होना चाहिए, हम किसी की प्रेरणा से नहीं लेकिन अपने मन से खुदा के पास जाना है. അതുപോലെ തന്നെ ആരും നമ്മോട് പറയുമ്പോൾ മാത്രമല്ല, നമ്മൾ സ്വയം മനസ്സോടെ ഇങ്ങനത്തെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളായി തീരും. क्योंकि प्रार्थना कोई स्पेयर व्हील नहीं है जो हमें मुश्किल की अवस्था में परमेश्वर के पास जाए. പ്രാർത്ഥന ഒരിക്കലും ഒരു സ്റ്റെപ്പിനി ആയിട്ടുള്ള ഒരു ചക്രമല്ല, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇല്ലെങ്കിൽ ഒരു ചക്രത്തിൽ കാറ്റ് കുറഞ്ഞു പോകുമ്പോൾ വെക്കുവാനായിട്ടുള്ളത്. लेकिन प्रार्थना एक स्टीयरिंग व्हील के जैसे है जो हमें सही पाथ पे लेके जाए. പ്രാർത്ഥന ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗ് എങ്ങനെയാണോ അതായിരുന്നു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ. इसलिए हमारे जीवन में भी इसलिए मैंने शुरुआत में प्रार्थना क्या है और प्रार्थना का महत्व क्या है, उसके फायदे क्या है. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മുതൽ ചിന്തിച്ചത് പ്രാർത്ഥന എന്താവുന്നു, പ്രാർത്ഥന കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താവുന്നു എന്നുള്ളത്. हम उत्पत्ति के हम जब नए नियम में आते वहाँ पे पौलुस फिलिपियों की पत्री 4 के
16 में इस प्रकार कहता है, ഫിലിപ്പിയർ 4:16 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, किसी भी बात की चिंता मत करो, ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടരുത്, लेकिन हर चीजें हमारे हर एक रिक्वेस्ट को परमेश्वर के सामने रखते जाओ और उसकी आराधना करो। എല്ലാ കാര്യത്തെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും അതിന്റെ സാരാംശമാണ് ഞാൻ പറയുന്നത്, സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുവാനായിട്ട് ഇടയായിത്തീരണം. हम इंसान है, हमारे लाइफ में अलग अलग सिचुएशंस, अलग अलग ट्रबल्स आएंगे, लेकिन उसमें कुछ में भी घबराना नहीं, क्योंकि जो परमेश्वर हमें पिछले साल चला या पिछले हफ्ते में चला, वो परमेश्वर हमें आगे भी लेके जाने के लिए परमेश्वर हमारे साथ ही है। കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മളെ ബലത്തോടെ വഴി നടത്തിയ അതേ ദൈവം വരും കാലത്ത് നമ്മളെ വഴി നടത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. डैनियल के जीवन से हमने यही सीखा कि डैनियल के जीवन कोई इजी वे नहीं था, इवन तो वो एक महल में था, लेकिन उनके जीवन में भी अलग अलग परिस्थितियां आई। ഡാനിയേലിന്റെ ജീവിതം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് ഒരു സരളമായ ജീവിതമല്ലായിരുന്നു, വളരെ കഷ്ടങ്ങൾ താൻ അനുഭവിച്ചു. പക്ഷേ അതിനെല്ലാം പ്രതിജീവിക്കും, അതിനെല്ലാം അതിനു മുമ്പിൽ തോൽക്കുവാനായിട്ട് ഇടയായി തീർന്നില്ല. लेकिन दानियल हर परिस्थिति में परमेश्वर से प्रार्थना करने वाले व्यक्ति, എല്ലാ സന്ദർഭത്തിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു. हमने जो वचन पढ़ा उसके नीचे हम देख सकते जिन लोगों ने दानियल के विरुद्ध जो षड्यंत्र योजना बनाई थी, उनके साथ क्या हुआ करके हम देख सकते हैं. അതേ അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ദാനിയേലിനെതിരായി കൂട്ടുകൂടി ആലോചിച്ചവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. वो लोग परिवार सहित उस सिंहों के मांस में डालेंगे और सिंहों का भोजन बनेगा. അവരുടെ ജീവിതത്തിലുണ്ടായത് ആ സിംഹങ്ങളുടെ ആഹാരമായി തീരുന്ന ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടായി. इसलिए जो भी हमारे अगेंस्ट जो भी प्लान बनाते हैं, लेकिन परमेश्वर उसके सामने हमें उठाता है, लेकिन जो प्लान जो भी बनाते हैं उस गड्ढे में खुद ही गिर जाते हैं. നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരായി ആലോചിക്കുന്നവർ അങ്ങനെയുള്ള പലരും അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു പോകുന്ന അവസ്ഥ ഉണ്ടായിത്തീരും. क्योंकि एक प्रार्थना करने वाले व्यक्ति को परमेश्वर कुछ भी हानि पहुंचाने नहीं देता. പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയിൽ ഒരു ഹാനിയും സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. इसी वचन से परमेश्वर सभी को आशीष ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. हालेलुया. बहुत अच्छा से वचन हमने सुना है डैनियल की किताब